നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ കാട്ടുതീയിൽപ്പെട്ടുകൾ ഏത് നിമിഷവും യുദ്ധം പുറപ്പെടാനുള്ള വലിയ ഭീഷണിയുടെ വാൾ ലോകത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു. ഒടുവിൽ അത് സംഭവിച്ചു. ഏറ്റവും ഭീകരമായ അവസ്ഥ പ്രാപിക്കാൻ പോകുന്നതിന്റെ മുന്നറിയിപ്പുകൾ പുറത്തു വന്നു കഴിഞ്ഞു. US പടക്കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേർക്കുവന്ന ഇറാന്റെ ഡ്രോൺ വെടിവെച്ചിട്ടു. വിമാനവാഹിനി കപ്പലിനെ ആക്രമണ സ്വഭാവത്തോടെ സമീപിച്ചതോടെയാണ് ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. വിമാനവാഹിനി കപ്പലിനെയും അതിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്നും സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച അറബിക്കടലിൽ വെച്ചായിരുന്നു സംഭവം നടന്നത്. കടലിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് US വിമാനവാഹിനി കപ്പലിനടുത്തേക്ക് അടുക്കുന്ന ഇറാനിയൻ ഡ്രോൺ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കപ്പലിലെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ച് ഡ്രോൺ വെടിവെച്ചിടുകയായിരുന്നുവെന്ന് US സൈനിക വക്താവ് പറഞ്ഞു. അതിനിടെ US-യുമായുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടത്തണമെന്ന് ഇറാൻ അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മറ്റ് അറബ് രാജ്യങ്ങളെ ഒഴിവാക്കി US-ഇറാൻ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് പരിമിതപ്പെടുത്താനാണ് ഇറാൻ സമ്മർദ്ദം ചെലുത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ US സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ വേഗത്തിലാക്കാനുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണ സ്വഭാവത്തോടെ സമീപിച്ച ഇറാനിയൻ ഡ്രോൺ വെടിവെച്ചിട്ടെന്ന US സെൻട്രൽ കമാൻഡിന്റെ വെളിപ്പെടുത്തൽ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ വക്കിയിലെത്തിയിരിക്കുന്നു എന്നതിന് ശക്തമായ സൂചനയാണ്. ഒരൊറ്റ ഡ്രോൺ സംഭവമായി ഇതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. കാരണം ഇത് മേഖലയിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടുന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെയും സൈനിക സംഘർഷങ്ങളുടെയും ഒരു പ്രതിഫലനം തന്നെയാണ്. പേർഷ്യൻ ഗൾഫും അറബിക്കടലും ലോകത്തെ ഊർജ വ്യാപാരത്തിന്റെ നാടുകളാണ്. ഈ മേഖലയിലെ ചെറിയൊരു സംഘർഷം പോലും എണ്ണവില കുതിച്ചുയരാനും ആഗോള വിപണികളെ അസ്ഥിരമാക്കാനും മതിയാകും. US-ഉം ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം പശ്ചിമേഷ്യ മാത്രമല്ല യൂറോപ്പ് മുതൽ ഏഷ്യ വരെ വ്യാപിക്കുന്ന ഒരു ഭീഷണിയായി മാറും. ഇറാനെ പിന്തുണയ്ക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകളും US-ന്റെ സഖ്യരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട്. ഇവിടെ അവഗണിക്കാനാവാത്ത ഒരു വസ്തുതയുണ്ട്. ഈ സംഘർഷങ്ങളുടെ വേരുകൾ ട്രംപ് ഭരണകാലത്തെടുത്ത പല വിദേശ നയ തീരുമാനങ്ങളിലേക്കാണ് നീളുന്നത് എന്ന്. ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയതും കർശനമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇറാനെ കൂടുതൽ ആക്രമണപരമായ നിലപാടിലേക്ക് തള്ളിവിട്ടു എന്ന് വേണം പറയാൻ. മാക്സിമം പ്രഷർ എന്ന പേരിൽ നടപ്പിലാക്കിയ നയം യഥാർത്ഥത്തിൽ നയതന്ത്രത്തിനുള്ള വഴികൾ അടച്ചുപൂട്ടുകയും സൈനിക സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്ന വിമർശനം ഇന്ന് കൂടുതൽ ശക്തമാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് അന്താരാഷ്ട്ര കരാറുകളോടുള്ള അവഗണനയും സഖ്യരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഉണ്ടായ പാളിച്ചകളും ആഗോള സംവിധാനത്തെ തന്നെ ദുർബലമാക്കി മാറ്റി. അതിന്റെ ഫലമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ കാണുന്ന ഈ അനിശ്ചിതാവസ്ഥ. നയതന്ത്ര സംഭാഷണങ്ങൾക്ക് പകരം സൈനിക ശക്തി മാത്രം മുന്നോട്ട് വയ്ക്കുന്ന സമീപനം ദീർഘകാല സമാധാനത്തിന് വഴിയൊരുക്കില്ല എന്ന് ചരിത്രം പല തവണ തെളിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡ്രോൺ സംഭവം ഒരു മുന്നറിയിപ്പായി കാണണം. ഇതൊരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ്. US-ഉം ഇറാനും നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് മടങ്ങിയെത്തുകയും മേഖലയിൽ സംഘർഷം കുറയ്ക്കുന്ന നടപടികൾ സ്വീകരിക്കുകയും തന്നെ വേണം. അല്ലാത്ത പക്ഷം പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് വീണാൽ അതിന്റെ പ്രകമ്പനം സാമ്പത്തികമായി, രാഷ്ട്രീയമായി, മനുഷ്യാവകാശപരമായി ലോകമെമ്പാടും എത്തും. അസ്ഥിരതയിൽ നിന്ന് നേട്ടം കൊയ്യുന്ന രാഷ്ട്രീയ സമീപനങ്ങൾ ഒടുവിൽ ലോകത്തെ തന്നെ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുക. അതിനാൽ ശക്തിയുടെ ഭാഷയ്ക്ക് പകരം നയതന്ത്രത്തിന്റെ ഭാഷയാണ് ഈ ഘട്ടത്തിൽ ലോകത്തിന് ആവശ്യമായത്.